ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ ജയനും അജയനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജയൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിയായിട്ട് നയനയും പറഞ്ഞു, ഇനി ആരെങ്കിലും അമ്മയെ കബളിപ്പിക്കാൻ നോക്കുന്നത് തന്നെ ആയിരിക്കുവോ അച്ഛ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അങ്ങനെ കബളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവരടിച്ചു മാറ്റില്ലേ? അതേ മോളെ, അവരടിച്ചു മാറ്റിയിരിക്കും. കാരണം അയാള് തേടി നടക്കുകയാണല്ലോ കരള് തന്ന പെൺകുട്ടി ഏതാണെന്ന്. ആ 50 ലക്ഷം രൂപ ബാങ്കിൽ പ്രസന്റ് ചെയ്യാത്തത് തന്നെ അയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോ ആ 50 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കൊടുക്കുകയില്ലോ എന്ന് ആർക്കറിയാം? അതോ ഇനിയിപ്പം ആ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ വേറെ കുറെ പൈസയൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഒരുപക്ഷെ എനിക്കൊരു സംശയമുണ്ട്, വേറൊന്നുമല്ല, അയാൾ നമ്മളെ പറ്റിക്കുകയാണോ എന്നെനിക്കൊരു ചെറിയ സംശയം. ആ രീതിയിൽ നമുക്ക് ചിന്തിച്ചുകൂടെ എന്നിങ്ങനെ നയനോട് ചോദിക്കുകയാണ്. അപ്പൊ നയന പറഞ്ഞു, അല്ല അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അയാള് കള്ളം പറയുകയാണെങ്കിലേ, അയാള് വെറുതെ ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കള്ളം പറയുകയാണെങ്കിൽ നമ്മള് സത്യം അറിയുന്നവരാണല്ലോ. അപ്പൊ നമ്മള് യഥാർത്ഥ പെൺകുട്ടീനെ കാട്ടിക്കൊടുക്കൂലോ. അപ്പൊ അതുകൊണ്ടുള്ള ചെറിയ കള്ളക്കളി ആയിരിക്കാനും വഴിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ അജയനും പറയുന്നുണ്ട്, ഏതായാലും ഏടത്തി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു ആ പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഏതായാലും രണ്ടിലൊന്നറിയാതെ ഏടത്തി കയറില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, ഈ കളി ലാസ്റ്റ് തീക്കളി ആകരുത്. ഏടത്തി സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് നമ്മളെ എല്ലാം ഏടത്തി വെറുക്കും. നമ്മളൊക്കെ ഏടത്തിനെ കുരങ്ങ് കളിപ്പിച്ചെന്ന് പറയും. അതും ശരി അജയ, അങ്ങനെ പറയാനും ചാൻസ് ഉണ്ട്. അയാൾ അങ്ങനെ തന്നെ പറയും. നമ്മളെയൊക്കെ കൂടുതൽ വെറുക്കുകയുള്ളൂ. നമ്മള് അയാളെ കുരങ്ങ് കളിപ്പിച്ചെന്ന് തന്നെ പറയും. അപ്പൊ നയന പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ എൻ്റെ അമ്മയെ കുരങ്ങ് കളിപ്പിക്കില്ല. ആരെ കൊണ്ടും കുരങ്ങ് കളിപ്പിക്കാൻ സമ്മതിപ്പിക്കത്തുമില്ല. അല്ല, എൻ്റെ അമ്മയ്ക്ക് കരള് കൊടുത്തത് ഞാനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. ആ ഒരു നിലയ്ക്ക് വേറെ ആരതിന്റെ ഇടയ്ക്ക് കയറി വന്നാലും അത് ശരിയാവില്ല. അങ്ങനെ ആരും വരാൻ പാടില്ല. എൻ്റെ അമ്മയെ ആരും കബളിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അജയൻ പറഞ്ഞു, അങ്ങനെ കബളിപ്പിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ സത്യങ്ങളൊക്കെ തുറന്നു പറയണ്ടേ മോളെ? സത്യങ്ങൾ തുറന്നു പറഞ്ഞാല് ഇതല്ലേ ഇളയച്ച അവസ്ഥ? സത്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അമ്മ എന്നെ ഒന്നുകൂടി വെറുക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ ജയൻ പറഞ്ഞു, അത് ശരിയാ മോളെ, മിക്കവാറും നിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെയും മുത്തച്ഛനെയും നിന്റെ മുത്തശ്ശിയെയും ആദർശ് മോനെയൊക്കെ വെറുക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതേതു പെൺകുട്ടിയാണ് കബളിപ്പിക്കാൻ നോക്കിയതെങ്കിലും അവളുടെ അവസാനത്തെ ശ്രമമായിരിക്കും, അവളുടെ അവസാനത്തെ കള്ളത്തരമായിരിക്കും. അവളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അതാ സംഭവിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ദേവയാനിനെ കബളിപ്പിച്ച് പൈസ തട്ടിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും അവള് അഴിയെണ്ണും. എൻ്റെ മരുമകള്, അതായത് ദേവയാനിയുടെ മരുമകള്, അവക്ക് കരള് കൊടുത്തത് അത് വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എൻ്റെ മോൾക്ക് കിട്ടാനുള്ള ആ ഒരു മനസ്സാക്ഷിയും ദയയും കാരുണ്യവും ഒക്കെ വേറൊരു പെൺകുട്ടിയും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജയൻ അങ്ങ് പോവുകയാണ്. ഏതായാലും ജയൻ പോയി കഴിഞ്ഞ് പിന്നെ അജയനും നമ്മുടെ നയനയും മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അജയൻ പറയാണ്, മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിൽ തോന്നുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് നല്ലതെന്ന്. ഇനിയിപ്പം ഇതൊക്കെ മൂടി വെച്ചിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? ആദ്യം കുറച്ച് ദേഷ്യമൊക്കെ ഇടത്തേക്ക് കാണുമായിരിക്കും, അതൊക്കെ പതുക്കെ അങ്ങ് തണുക്കും. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുവരുന്നതല്ലേ മോളെ നല്ലത് എന്ന് പറഞ്ഞിട്ട് അജയനും അങ്ങ് പോയി. നമ്മുടെ നയന വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് നയനയുള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യ ഉണ്ടല്ലോ, അതായത് കബളിപ്പിക്കാൻ നമ്മുടെ അഭി കണ്ടുപിടിച്ച പെൺകുട്ടിയുടെ വീടാണ്. അവിടെ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. നമ്മുടെ ദേവയാനിയും അഭിയും വന്നു കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ അമ്മ ഓടിച്ചെന്ന് വാതിൽ തുറന്നിട്ട് കയറി വരൂ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അമ്മായി. എനിക്കറിയാം, കയറി വന്നിരിക്കൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ കയറി വന്നു ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ചോദിച്ചു, എനിക്ക് മോളെയാ കാണേണ്ടത്. എന്തിയെ നയന മോള്? അത് പിന്നെ മോൾ ഇവിടെ ഉണ്ട്. മോളെ നയനെ എന്നല്ല, മോളെ ശരണി ഇറങ്ങി വന്നേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ.
അപ്പോഴത്തേക്ക് ആ കുട്ടി ഇറങ്ങി വന്നു. ആ കുട്ടി ഇറങ്ങി വന്നത് നമ്മുടെ ദേവയാനി അതിന്റെ കണ്ണുകളിലൊക്കെ നോക്കിയിട്ട് അഭിനയിക്കുകയാണ്. കണ്ണുകളിലൊക്കെ നോക്കിയിട്ട് ഏതായാലും കുട്ടി, നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, നിന്നെ കാണാൻ ഞാൻ ഒരുപാട് കാത്തു നിൽക്കുകയായിരുന്നു, ഒരുപാട് അലഞ്ഞു. ഏതായാലും ഇപ്പോഴെങ്കിലും നീ എൻ്റെ മുമ്പിൽ വന്നല്ലോ. എന്താ എന്താ നീ എൻ്റെ മുമ്പിൽ വരാതിരുന്നത് ഇത്രയും നാളും? അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മ പറയാണ്, എന്ത് ചെയ്യാനാ, ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവള് ഒരു സന്നദ്ധ സംഘടനയിലുണ്ട്, അതുകൊണ്ട് ഇവൾ ഇറങ്ങിത്തിരിക്കും. ആരെങ്കിലും സഹായിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇവള് ബ്ലഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇവള്. എന്നിട്ട് പ്രതിഫലം ഒന്നും മേടിക്കുന്നവർക്ക് ഇഷ്ടമല്ല താനും. അതാണ് സാറ് കൊടുത്തു വിട്ട ആ ഒരു ചെക്ക് ഇവള് മേടിക്കാതിരുന്നത്. ആണോ? ഏതായാലും നല്ല മനസ്സുള്ള കുട്ടീനെ കണ്ടാൽ തന്നെ അറിയാം മോള് നല്ല മനസ്സുള്ള കുട്ടിക്ക് ഉടമയാണെന്ന്. ഏതായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ 50 ലക്ഷം രൂപ തന്നല്ലോ, ആ ചെക്ക് എന്തിയെ? അത് പിന്നെ അത് ഞാൻ അന്നേ കീറിക്കളഞ്ഞു. എന്തിന്? അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രതിഫലം മേടിച്ചിട്ട് അതിഷ്ടമല്ല എനിക്ക്. ഞാൻ എല്ലാം ഫ്രീ ആയിട്ടാ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മയും പറയാനായിട്ട്, അതെ മോള് പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഞാനും അന്ന് ആ ചെക്ക് കീറിക്കളയണ്ട എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ഇവക്ക് ദേഷ്യം വന്നിട്ട് ആ ചെക്ക് ഇവള് കീറി കളഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ആ 50 ലക്ഷത്തിന്റെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മോള് സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയാ. ഈ ചെക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഭിയുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷമെന്ന് അറിയാമോ. അഭിയാണെങ്കിൽ മേടിക്കും ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ ശരണ്യ മേടിക്കാൻ തയ്യാറായില്ല. ശരണ്യ പറഞ്ഞു, വേണ്ട സാറേ, വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മ പറയാണ്, മോളെ ഇവിടെ വന്നു, മോളെ കണ്ടു, എന്നിട്ട് അത് തന്നിട്ട് അത് മേടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേഡത്തിനൊരു കുറച്ചിലല്ലേ, നമ്മൾ മേഡത്തിനെ കൊച്ചാക്കുന്ന പോലെയല്ലേ, സാറിനെ കൊച്ചാക്കുന്ന പോലെയല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മോളത് മേടിക്കുക എന്ന് പറയുക. എങ്കിൽ പിന്നെ അമ്മ പറഞ്ഞത് കൊണ്ട് ഞാനിത് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ 50 ലക്ഷം രൂപയുടെ ചെക്ക് മേടിച്ചു. ഹബിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഹബി ആ ചെക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, അതെ, പിന്നെ ഇത് പ്രസന്റ് ചെയ്യാതിരിക്കില്ല കേട്ടോ, ഇത് ഇന്ന് തന്നെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തിരിക്കണം. ഞാൻ തിരക്കും, പ്രസന്റ് ചെയ്തില്ല എന്നറിയുകയാണെങ്കിലേ ഞാൻ വീണ്ടും 50 ലക്ഷത്തിന്റെ ചെക്കുമായിട്ട് വരും. പിന്നെ മോൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് മോള് പറഞ്ഞാൽ മതി. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഭിയുണ്ടല്ലോ, അഭിയോട് എല്ലാം പറഞ്ഞാൽ മതി. അഭി എന്നോട് പറഞ്ഞോളൂ. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ ആന്റി ചെയ്തു തരുന്നതായിരിക്കും. ഇനി മേഡംന്നോ അല്ലെങ്കിൽ സാറേന്നോ ഒന്നും വിളിക്കണ്ട. ഒന്നുകിൽ ആന്റി അല്ലെങ്കിൽ അമ്മ, അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ. ഏതായാലും മോളായിരുന്നു എൻ്റെ വീട്ടിലേക്ക് കടന്നു വരേണ്ട എൻ്റെ മരുമകള്. അങ്ങനെ മോൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുവായിരുന്നെങ്കിലുണ്ടല്ലോ, ഇപ്പൊ സന്തോഷമായിട്ട് ഞാനും എൻ്റെ മകനും ഒക്കെ ജീവിച്ചേനെ. പക്ഷെ ഒരു നശൂർണമാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിൽ പിന്നെ അഭി, നമുക്ക് പോകാം, നമുക്ക് കൂടുതൽ ഇനി ഈ സമയം ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ അഭിയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ 50 ലക്ഷം രൂപയുടെ ചെക്ക് കണ്ട് കണ്ണൊക്കെ മഞ്ഞളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശരണ്യക്കും ശരണ്യയുടെ അമ്മയ്ക്കും. അങ്ങനെ ശരണ്യ പറയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ മോളെ, ഈ 50 ലക്ഷം രൂപയുടെ പകുതി മോൾക്ക് മേടിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ഇതിപ്പം നമ്മളല്ലേ കഷ്ടപ്പെട്ടത്, നമ്മൾ അഭിനയിച്ചിട്ട് നമുക്ക് 10 ലക്ഷം രൂപ, അത് കുറഞ്ഞു പോയില്ലേ? ഈ 50 ലക്ഷം രൂപ ആ അഭിക്ക് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വെറും കള്ളനാ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഒരു ഡീൽ ഉറപ്പിച്ചതല്ലേ അമ്മേ. അതുകൊണ്ട് ഇത് കൊടുത്തേ പറ്റൂ. നമ്മളും ദേഹമാണി അനങ്ങിയൊന്നും പണി ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, അത് തന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് ഇതുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് അവനെ അഭിയുടെ കയ്യിൽ കൊടുക്കണം. അല്ല, അഭി ഇങ്ങോട്ട് വന്നോളും, ഇപ്പം തന്നെ അഭി വരും. എന്നിട്ട് ഈ ചെക്ക് കൊണ്ടുപോയി മാറി 10 ലക്ഷം രൂപ നമുക്ക് തരും. അത്യാവശ്യം നമ്മുടെ കടങ്ങളൊക്കെ തീരും. ഇനി പതുക്കെ ആ മേഡം പറഞ്ഞതുപോലെ എന്തേലുമൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെ പതിയെ നമുക്ക് ഒരു കോടീശ്വരന്മാരാകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര സ്വപ്നമൊക്കെ കാണുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും അഭിയേയുമാണ്. അങ്ങനെ അവര് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അഭി പെട്ടെന്ന് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, ഒരു കാര്യം അമ്മായി പൊക്കോ, ഞാനിവിടെ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ തറവാട്ടിലെത്തുമ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കാണും. അപ്പൊ എല്ലാവർക്കും സംശയം തോന്നും, ഓ ശരിയാണല്ലോ അല്ലെ, എങ്കിൽ പിന്നെ മോൻ ഇവിടെ ഇറങ്ങിക്കോ. പിന്നെ ആ കുട്ടിയോട് ചെക്ക് പ്രസന്റ് ചെയ്യാൻ പറയാൻ മറക്കരുത് കേട്ടോ, ഇന്ന് തന്നെ ചെക്ക് പ്രസന്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്നെ വിളിക്കാൻ പറയണം, അല്ലെങ്കിൽ മോനോട് പറയാൻ പറയണം, മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിയെ അവിടുന്ന് പോവുകയാണ്. ഏതായാലും ഈ സമയം ദേവയാനി, എടാ ഇത് നിന്റെ അവസാനത്തെ കബളിപ്പിക്കലാടാ, ഇനി ഒരിക്കലും നീ ആരെയും കബളിപ്പിക്കരുത് കള്ളൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണേ.
അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അഭി ഈ പറഞ്ഞു, അതെ എന്തി ചെക്ക് എടുക്ക്, അതെ ഒരു 5 ലക്ഷം രൂപയും കൂടെ തരുവാണെങ്കിൽ ചെക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ സ്ത്രീ ആട്ടോ പറഞ്ഞു, അതായത് നമ്മുടെ ശരണ്യയുടെ അമ്മ. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, 10 ലക്ഷം രൂപയിൽ ഇവള് ചോദിച്ചത്, 10 ലക്ഷമേ തരത്തുള്ളൂ. എന്റെ മുത്തശ്ശനോ ഏട്ടനോ ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്ക. അത്ര റിസ്ക് എടുക്കുമ്പോഴേ ഇങ്ങനെ 5 ലക്ഷം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇല്ല തരില്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് എന്താ ലാഭം. അപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞു, അതെ കൊച്ചു സ്നേഹിച്ചിട്ട് എന്റെ മോളെ തള്ളിക്കളഞ്ഞതിന് ശേഷം എന്റെ മോള് കല്യാണം കഴിക്കാതെ ജീവിക്കുക. നാളെ ഇനി എന്റെ മോളുടെ കല്യാണം നടത്തണ്ടേ, അതിനുള്ള പൈസയൊക്കെ വേണമല്ലോ. സത്യം പറഞ്ഞാൽ അത് കൊച്ചിനെ കൊണ്ട് നടത്തിക്കാന്നാ ഞാൻ കരുതിയത്. ഇപ്പം നിനക്ക് അവളോട് താല്പര്യം ഇല്ലല്ലോ. ഇവളെ കൊണ്ട് അനന്തപുരിയുടെ പടിക്കൽ വന്നിരുന്നാല് മൂർത്തി സാറ് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ഇവളെ കെട്ടിച്ചു തരും. പിന്നെ സാറ് ഇവളുടെ കല്യാണത്തിനുള്ള പൈസ തരുന്നു. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും എന്റെ മുത്തച്ഛനെ പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ താ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യ പറഞ്ഞു, പൈസയൊക്കെ തരാം, തരികിട വല്ലതും കാഴ്ചാലുണ്ടല്ലോ, ആ 10 ലക്ഷം രൂപയെങ്കിൽ 10 ലക്ഷം രൂപ അത് തന്നില്ല എങ്കില് എന്തൊരു മണ്ടിയാടി നീ, നിനക്ക് ഞാൻ തരുന്ന് പറഞ്ഞാൽ തരും, നിന്റെ പേരിലാ ചെക്ക് തരുന്നത്. നീ 10 ലക്ഷം രൂപ അവിടെ ഇട്ടിട്ട് ബാക്കി ഇങ്ങ് എടുത്താ പോരെ, പിന്നെ ഇവിടെ ഞാൻ എന്ത് ചതി ചെയ്യാനാ. അതൊന്നും പറയാൻ പറ്റത്തില്ല, ചില കുറുക്കന്മാരെ എന്ത് ചെയ്യും, നീ വലിയൊരു കുറുക്കനാണല്ലോ. ബാങ്കിലൊക്കെ കൊച്ചിന് പിടിപാടുണ്ടെങ്കിൽ ഇതിലൊക്കെ തിരിമറി നടത്താൻ കഴിയൂലോ എന്നിങ്ങനെ ശരണ്യയുടെ അമ്മ പറയാം. അപ്പൊ അഭി പറഞ്ഞു, ശരണ്യ എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ താല്പര്യമില്ല, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയി ചെക്ക് മാറണം. കരള് കൊടുത്ത പെൺകുട്ടിക്ക് 50 ലക്ഷം കൊടുത്തു എന്നറിഞ്ഞാലേ എന്റെ ഏട്ടനും അമ്മാവനും ബാങ്കിൽ വിളിച്ച് പറയും ചെക്ക് പാസ്സാക്കണ്ടാന്ന്. അതിനു മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ആക്കണം. ഇതിനൊക്കെ വിളിച്ചു പറഞ്ഞാലേ ഏത് ബാങ്കുകാരും കേൾക്കും. അതുകൊണ്ട് ചൂടോടെ ചെക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കാം, ആ ചെക്ക് എടുത്തോണ്ട് വാ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ചെക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ശരണ്യ അകത്ത് കയറി പോയി. ഏതായാലും ഈ സമയം നമ്മുടെ അഭി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ആ 10 ലക്ഷം കൊടുക്കോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. അല്ല ഇതിനെന്താ സംഭവം എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ ഇതിന്റെ പിന്നില്. അങ്ങനെ ഈ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ ഈ ചെക്ക് കൊടുത്തതും അവിടെ ഇരിക്കുന്ന ആൾ ആ ചെക്ക് മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ചെക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അവിടെ ബാങ്കിൽ ഇരിക്കുന്ന സ്ത്രീ പറഞ്ഞു, അതെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ ഇല്ലല്ലോ, മിനിമമേ ഉള്ളൂ 5000 രൂപ. ആ 5000 രൂപ വേണമെങ്കിൽ തരാം, വേണമെങ്കിൽ ഞാൻ ചെക്ക് ബൗൺസ് ആയെന്ന് എഴുതി തരാം. അയ്യോ വേണ്ട മേഡം, ചിലപ്പം അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാലോ. ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെക്ക് മേടിച്ചുകൊണ്ട് നമ്മുടെ ശരണ്യ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ശരണ്യ അഭിയോട് പറയാ, എന്താടാ ഇത്, അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാ ക്യാഷർ പറയുന്നത്. പൈസ ഇല്ലെന്നോ, അങ്ങനെ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ലല്ലോ. ഞാൻ ചെക്ക് ബൗൺസ് ആക്കണ്ടെന്ന് പറഞ്ഞു, ചിലപ്പം ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നാലോ. നിനക്ക് എന്റെ അമ്മായിനെ അറിഞ്ഞുകൂടാത്തോണ്ട എന്റെ അമ്മായിയുടെ അക്കൗണ്ടിലെ കോടികളുണ്ട്, കുറഞ്ഞൊരു 100 കോടിയെങ്കിലും കാണും. പിന്നെ ഒന്ന് പോടാ, 5000 രൂപ അവരുടെ അക്കൗണ്ടിലുള്ളൂ. 5000 രൂപയോ, നീ വെറുതെ നമ്പർ ഇറക്കരുത്, പൈസ കിട്ടിയപ്പോ നീ കാല് മാറുവാണോ, എന്നെ സംശയിക്കേണ്ട നീ, അവര് തന്ന ഈ ചെക്ക് നീ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അഭി, ഇത് വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ, എന്നെ വെറുതെ വേഷം കെട്ടിച്ചു, 10 ലക്ഷം കിട്ടുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ, എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു. അപ്പൊ എന്റെ പ്രതീക്ഷയോ ശരണ്യ, ഒന്നും അറിയാതെ 40 ലക്ഷം രൂപ കിട്ടുന്നല്ലേ ഞാനും വിചാരിച്ചേ. നീ ഒരു കാര്യം ചെയ്യേ, അമ്മായിനെ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശരണ്യ ദേവയാനിയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറെ പ്രാവശ്യം വിളിക്കാൻ നോക്കിയിട്ട് അവരെടുക്കുന്നില്ല എന്നിങ്ങനെ ശരണ്യ പറയാ. ആ ഒരു സമയത്ത് തന്നെ ബാങ്കില് പോലീസുകാർ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അഭിയും ശരണ്യയും പോലീസുകാർ കണ്ട ഉടനെ പേടിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, ഞാൻ കൂട്ടുകാർക്കൊപ്പം അയാളെ തല്ലിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് എന്നെ പിടിക്കാൻ വന്നതാണെന്നാണ് നമ്മുടെ അഭിയുടെ വിചാരം. അങ്ങനെ ആ കൈ തല്ലി ഓടിച്ച ആ പോലീസുകാരൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ കൈ തല്ലി ഓടിച്ച പോലീസുകാരൻ വന്നിട്ട്, എന്താ മോനെ സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ല സാറേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഐശ്വര്യമായിട്ട് ജീപ്പിലേക്ക് കയറിക്കോ. അത് പിന്നെ സാറേ, എന്തിനാ സാറേ ജീപ്പിലേക്ക് കയറുന്നത്? നീ എന്നെ തല്ലിയതിന് ഒന്നുമല്ല ഞാൻ നിന്നോട് ജീപ്പിൽ കയറാൻ പറഞ്ഞത്. ഞാനേ അന്ന് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറി, പിന്നെ സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോ നീ നിന്റെ കൂട്ടുകാരും കൂടി എന്നെ തല്ലി, അതവിടെ വെച്ചൊക്കെ തീർന്നു. അത് ഓർത്തിട്ട് ഞാൻ ഇനി നിന്നെ തല്ലാനിരിക്കുവോ? അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ പിടിക്കാൻ വന്നില്ല. ഒരു കാര്യമുണ്ട്, മറ്റൊരു പരാതി കിട്ടിയെന്റെ ഇതിലാ. എന്തു പരാതി? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. നീ മാത്രമല്ല, ഈ നിൽക്കുന്ന ഇവളും കയറണം. അയ്യോ സാറേ, എന്താ സാറേ ഈ പറയുന്നത്? ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. നീ ഒരു ചെക്ക് പ്രസന്റ് ചെയ്തില്ലേ, അത് നീ മറന്നുപോയോ? ഇപ്പം ബാങ്കില് അത് പാസ്സായിരുന്നോ? അത് പാസ്സായില്ല സാറേ. അത് പാസ്സാകൂല, അതങ്ങനെയാണ്. ഞാനേ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇപ്പം. ഏതായാലും ഇതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് വിശദമായിട്ട് അങ്ങ് സംസാരിക്കാം. രണ്ടാളും പോലീസ് വണ്ടിയിൽ കയറ്. അത് പിന്നെ സാറേ, എനിക്ക് ഒരാളെ വിളിക്കണം. നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല, 2 പേരെയും തൂക്കിയെടുത്ത് വണ്ടി കയറ്റ എന്നിങ്ങനെ അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അങ്ങനെ 2 പേരെയും കൂടെ
നേരെ ജീപ്പിലേക്ക് കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടടിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാരൻ പറഞ്ഞു, സ്റ്റേഷൻ കാണുന്നതേ നല്ലതാ. അത് പിന്നെ എന്റെ മുത്തശ്ശൻ ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലോ. പിന്നെ ദേ നീ എന്നെ തല്ലിയതിനു ശേഷം ഞാൻ മൂർത്തി സാറിനെ കുറിച്ച് നന്നായി പഠിച്ചു. അദ്ദേഹമേ നീതിമാന, സ്വന്തം മക്കളോ കൊച്ചുമക്കളോ ഒക്കെ തെറ്റ് ചെയ്താൽ അദ്ദേഹം ശിക്ഷിക്കാനേ പറയത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും രക്ഷിക്കാൻ പറയില്ല. അതുകൊണ്ട് നിന്നെ ഇവിടെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹം എന്റെ കാരണത്തെ അടിക്കത്തുള്ളൂ. അതുകൊണ്ടാ കൊണ്ടുവന്നത്. അപ്പൊ ശരണി പറഞ്ഞു, അത് പിന്നെ സാറേ, ഞാൻ കല്യാണം കഴിയാത്ത പെൺകുട്ടിയാ, ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി പോവില്ലേ? അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിലേ നീ പണിക്ക് നിൽക്കായിരുന്നോ ഇവന്റെ കൂടെ? ഇല്ലല്ലോ, നിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാലേ എന്തായിരിക്കും സ്ഥിതി? നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ കെട്ടുന്നവരുടെ ജീവിതം തൊലയില്ലേ? അത് പിന്നെ ഇവൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് മുൻപ് ചതിച്ചതാ സാറേ. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു കേസും കൂടെ ഇവന്റെ പേരിൽ വെക്കാല്ലേ? നിനക്ക് മോഹന വാഗ്ദാനം തന്നെ നിന്നെ ചതിച്ചെങ്കിൽ പിന്നെ ആ ചതിന്റെ പിന്നാലെ എന്തിനാടി നീ വീണ്ടും പോയത്? അത് പിന്നെ കുറച്ച് കാശ് കിട്ടൂന്ന് കരുതിയിട്ടാ സാറേ. അപ്പൊ പിന്നെ നിന്റെ അത്യാഗ്രഹത്തിന് ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കണം. ഏതായാലും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ഒരു പെൺകുട്ടിയല്ലേ. പിന്നെ നിനക്ക് ചില കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നീ കേറി വാടാ. നീയേ ഇങ്ങനെ നിക്കല്ലേ. എടാ മൂർത്തി സാറിന്റെ കൊച്ചുമോനെ, നീ എരുമേലി സ്റ്റേഷനിലെ ലോക്കപ്പല്ലേ കണ്ടിട്ടുള്ളൂ? ഇപ്പം ഇവിടുത്തെ ലോക്കപ്പും കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലേ? അത് പിന്നെ സാറേ, സാറിന് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. സാറേ നാണം കിടത്തരുത് പ്ലീസ്. കോടികൾ തരാന്ന് പറഞ്ഞാലും പോലീസുകാരന്റെ മേല് നൊന്താലേ അവനെ ചവിട്ടേറ്റ പാമ്പാണ്. ദേ നീ അങ്ങോട്ട് നടക്ക് സ്റ്റേഷന്റെ അകത്തേക്ക് എന്നും പറഞ്ഞ് നമ്മുടെ അഭിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും ഇഞ്ചം പരുവാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെയാണെങ്കിൽ കൈ തല്ലി ഓടിച്ച് ആ ഒരു സാറും ഉണ്ടല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ സാറ് പറഞ്ഞു, ഇവള് ആൾമാറാട്ടം നടത്തി, ഇവള് കരള് കൊടുക്കാതിരുന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് വലിയൊരു ശിക്ഷ തന്നെയാണ്. അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് തല്ലാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നീയും നിന്റെ കൂട്ടുകാരും എന്നെ തല്ലിയതിനല്ല പിടിച്ചോണ്ട് വന്നതെന്ന്, മറിച്ച് ആൾമാറാട്ടം നടത്തി 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനാണ് ഇവിടെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. അതിനൊപ്പം എന്നെ തല്ലിയ കടം കൂടെ ഞാൻ തീർക്കണമല്ലോ. അതങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ കൈക്ക് ഇപ്പോഴും നല്ല സ്വാധീനക്കുറവുണ്ട്. എന്നാ പിന്നെ ദേ ഇവനൊന്ന് സൽക്കരിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോലീസുകാരെല്ലാം കൂടെ നമ്മുടെ അഭിയെ തല്ലി തല്ലി ഇഞ്ചം പരുവാക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ദേവയാനി വന്നു. ദേവയാനി വന്നിട്ട് അവിടെ നിന്ന് നേരെ പോലീസിന്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ സാറേ, കേസ് ഒന്നും ഫയൽ ചെയ്യണ്ട, ചെയ്ത കുറ്റത്തിന് കൊടുക്കേണ്ടത് കൊടുത്തല്ലോ, അത് മതി, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ അഭിയുടെ കോളർ പിടിച്ചിട്ട്, എടാ ഇതുകൊണ്ട് തന്നെയാ കമ്പനിയുടെ തലപ്പത്തിരുന്ന നിന്നെ ആദർശ് വെറും ജോലിക്കാരനാക്കി മാറ്റിയത്. നീ ഇങ്ങനെയാണല്ലോ, പൈസക്ക് വേണ്ടി നീ എന്ത് വൃത്തികേടും ചെയ്യും. പൈസക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന് എങ്ങനെയാടാ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്? നിന്നെ എങ്ങനെ വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കൂടാ? അതുകൊണ്ടാടാ നീ ഇപ്പോഴും വെറും ശമ്പളക്കാരനായി ആ കമ്പനിയിൽ ഇരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കൂടാ, ഇനി വെറും ശമ്പളക്കാരനായിരിക്കും. കമ്പനിയിൽ ഇനി കേറ്റണോ വേണ്ടയോ എന്നൊക്കെ ഇനി നമുക്ക് തീരുമാനിക്കാടാ. ഏതായാലും കിട്ടിയില്ലോ, നിനക്ക് ആവശ്യത്തിലധികം കിട്ടിയില്ലോ. ഇനിയെങ്കിലും നീ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഇനി ഞാൻ പഠിപ്പിക്കും നിന്നെ. വന്നേക്കുന്നു അവൻ ഒരു കള്ള കളിയുമായിട്ട്. നിന്റെ തള്ളയുടെ ഒത്താശ ഇതിലുണ്ടോടാ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.